അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമല, വയനാടിലെ മേപ്പാടിയിലെ വെള്ളാർമല തൊട്ടടുത്തുള്ള ചൂരൽമലയിലാണ്. ദുരന്തം വിഴുങ്ങിയ ചൂരൽമലയിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ദുരന്തത്തിൽ നേരിട്ട് ദുരന്തം അനുഭവിച്ച് വീടിൻ്റെ 2 നിലയുള്ള വീടിൻ്റെ ഒരു നിലയുള്ള വീടിൻ്റെ പരിസരത്താണുള്ളത്. നേരെ ദുരന്തം വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരും വീട്ടിലുള്ളതും എല്ലാം നഷ്ടപ്പെട്ടു. നോക്കൂ, ഒരു വീടിൻ്റെ അവസ്ഥയാണിത്. നമ്മളൊക്കെ അഹങ്കരിക്കുന്നവരാണ്, വീടുണ്ടാക്കി അഹങ്കരിക്കുന്നവരാണ്. ഇതൊരു വീടാണ്. ഈ വീട്ടിൻ്റെ പരിസരത്ത് കൂടി ഈ വീട്ടിനെ വിഴുങ്ങിക്കൊണ്ടാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിലെ കെട്ടുപോയത്. അപ്പുറത്തൊരു വീടുണ്ട്, അതിലേക്കും ചളി തെറിച്ചിട്ടുണ്ട്. ഇപ്പുറത്തൊരു വീടുണ്ട്, ഇതൊരു വീടാണ്. ആ വീടും പൊളിഞ്ഞിട്ടുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. ഈ വീടിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. മനുഷ്യൻ്റെ അധ്വാനം, ഒരു മനുഷ്യൻ അവൻ അധ്വാനിച്ചതിൻ്റെ ആയുസ് മുഴുവൻ, അധ്വാനിച്ചതിൻ്റെ ഫലം മുഴുവൻ ഒരു രാത്രി കൊണ്ട് പോയതിൻ്റെ ഏറ്റവും വലിയ, നോക്കൂ, ഒരു പക്ഷേ വീടിൻ്റെ ബാത്റൂമായിരിക്കും അത്. ടൈൽസ് കണ്ടില്ലേ? ഞാൻ നിൽക്കുന്നത് വീടുണ്ടായിരിക്കാം. ഇതിൻ്റെ ഫില്ലറൊക്കെ പോയി, വീടിൻ്റെ ചുമരൊക്കെ പോയി. വീടിൻ്റെ അവശേഷിക്കുന്ന ബാക്കി പത്രമാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഒഴുകി വന്നതാണ്. എത്രയോ വലിയ പാറക്കഷ്ണങ്ങൾ ഒഴുകി വന്നതാണ്. നോക്കൂ, വീടിനകത്തേക്ക് ഫുള്ള് മണ്ണ് കയറിയിട്ടുണ്ട്. വീടിനെ 12 അടിയുള്ള വീടിനെ വെറും 6 അടിയിൽ ഒതുക്കി നിർത്തി. ബാക്കിയെല്ലാം മണ്ണ് കയറി. അതിനകത്ത് മനുഷ്യരുണ്ടോ എന്ന് ആർക്കറിയാം? അല്ലാഹുവേ, നീയാണ് വലിയവൻ, നീയാണ് അഹദ്, നീയാണ് സമദ്. നോക്കൂ, മറ്റൊരു വീടിൻ്റെ അവശിഷ്ടം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതായിരിക്കാം. ഇങ്ങനെ വന്ന് ഏകദേശം ഞാനൊരു 10-500 മീറ്റർ, ഒരു 3/4 കിലോമീറ്ററോളം കൂടി നടന്നു വന്നിട്ടുണ്ട്. അതകണ്ടല്ലേ, അങ്ങകലെയാണ് ഒരു ഭാഗം. മിലിറ്ററി നിർമ്മിച്ച പാലം അവിടെയാണ്. അവിടെ നിന്ന് ഞാൻ കയറി വന്നത്. ഇങ്ങനെ പോകുന്നു ദുരന്തപാത, ഇങ്ങനെ പോകുന്നു. പണ്ടൊരു പുഴയായിരുന്നു, സന്തോഷത്തോടെ സന്തോഷത്തോടൊഴുകിയ പുഴ. ആ പുഴ ഇന്നില്ല. പുഴയൊക്കെ ആകമാനം എന്തായിട്ടുണ്ട്? മൊത്തം പുഴ മുഴുവനും ദിശ മാറി ഒഴുകി. വലിയ പാറക്കഷ്ണങ്ങൾ നോക്കൂ നിങ്ങൾ, വലിയ പാറകളാണ് കിടക്കുന്നത്. ഇതിനകത്തൊക്കെ വീടുകളുണ്ടായിരുന്നു. അന്ന് 200 ചില്ലാനും വീട് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ വീട്ടിലുള്ളവരൊക്കെ എവിടെ? എത്ര ആളുകൾ ബാക്കിയായി? അല്ലാഹു റസൂലുഹു അഅലം. എത്ര ആളുകൾ ബാക്കിയായി ആർക്കറിയാം? വെറും എഴജന്തുക്കളും വെറും പാഴ്വസ്തുക്കളും മാത്രമായി മുണ്ടക്കൈ ദുരന്തം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുക്കാനാണ്. അതെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഞാൻ പറയാം, അടുത്ത വീഡിയോയിൽ പറയാം.